കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. 1996 വിശുദ്ധ അൽഫോൺസാമ്മയുടെ പേരുള്ള അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി. ICSE സിലബസ് ആയതിനാൽ +2 പഠനം തിരുവല്ലയിലേക്ക് മാറ്റേണ്ടി വന്നു. മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഞാൻ +1ഉം +2ഉം പഠിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ENT സർജനാണ്. എൻ്റെ പേര് ഡോക്ടർ പെബീത. +2 പഠനം പൂർത്തിയാക്കിയ വർഷം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ തലവേദനകളുമായിട്ട് പല രോഗികളും OPയിൽ എത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ MBBS പഠനകാലമാണ്. അസഹനീയമായ തലവേദനകളുമായി ഞാൻ മല്ലിട്ടിരുന്ന ഒരു കാലം. 2ാം വർഷ MBBS തുടങ്ങിയപ്പോൾ അസഹനീയമായിട്ടുള്ള തലവേദനകൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. പഠനത്തിൽ പണ്ടത്തെ പോലെ മികവ് പുലർത്താൻ സാധിക്കുന്നില്ല. രാത്രി ഉറക്കമൊളിച്ച് പഠിക്കാൻ സാധിക്കുന്നില്ല. മൈഗ്രെയിൻ തലവേദനകളും അതിനോടൊപ്പം സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളും. അപ്പോഴാണ് ഈ തലവേദനയ്ക്കൊരു പരിഹാരം കണ്ടെത്താൻ എൻ്റെ തന്നെ ടീച്ചേഴ്സായ ഒഫ്തൽമോളജി ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിൻ്റെ അടുത്തെത്തുന്നത്. കാഴ്ചക്കുറവ് തലവേദനയ്ക്കൊരു കാരണമാണെന്ന് അവിടെ നിന്ന് കണ്ടെത്തി. അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെ കണ്ണടകൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ തലവേദനകളെ പരിഹരിക്കാൻ ശ്രമിച്ചു. കണ്ണട വെച്ചു തുടങ്ങുമ്പോൾ തലവേദന മാറുമെന്നായിരുന്നു എൻ്റെ ഉറച്ച വിശ്വാസം. എന്നാൽ കൂടുതൽ ശക്തിയിൽ അത് തിരിച്ചു വന്നെന്നല്ലാതെ ഒരുപാട് മരുന്നുകൾ, വേദന സംഹാരികൾ കഴിച്ചാണ് ഞാൻ എൻ്റെ MBBS പഠനകാലം പൂർത്തിയാക്കിയത്. ഫൈനൽ ഇയറിൽ തന്നെ കല്യാണം കഴിച്ചു. ഹൗസ് സർജൻസി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആദ്യത്തെ മോളും ഉണ്ടായി. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഹൗസ് സർജൻസി പൂർത്തിയാക്കി PG പഠനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ ഒരു സ്ട്രെസ്സും എൻ്റെ തലവേദനകൾക്കൊരു കാരണമായിരുന്നു. ഒരു വലിയ ഗ്യാപ്പ് എടുത്ത ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത്. അതിനുശേഷം കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടർക്ക് PG എൻട്രൻസിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. തലവേദനകൾ ശല്യം ചെയ്തിരുന്നെങ്കിലും അതികഠിനമായിട്ടുള്ള വേദനകളെ തരണം ചെയ്യാൻ വേദന സംഹാരികൾ ഉപയോഗിച്ച് 2007 ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ENT ഡിപ്പാർട്ട്മെന്റിൽ PG പഠനാർത്ഥം ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഈ തലവേദനകൾക്ക് മരുന്ന് കൂടാതെ എന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ചു തുടങ്ങിയത്. പരിയാരം മെഡിക്കൽ കോളേജിലെ പഠനത്തിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കഴുത്തു കുനിച്ചുള്ള ഒരു പോസ്റ്റർ എൻ്റെ തലവേദനയ്ക്ക് കാരണമാവുന്നുവെന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഫോർവേഡ് ഹെഡ് പോസ്റ്റർ എന്ന ഈ അവസ്ഥ പരിഹരിക്കാൻ ഞാൻ എക്സസൈസുകൾ ചെയ്തു. എൻ്റെ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറ്റി, ഭക്ഷണ രീതികൾ ക്രമീകരിക്കേണ്ടി വന്നു. ചില എക്സസൈസുകളും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് മരുന്നുകളുടെ ഉപയോഗം വല്ലാതെ കുറയ്ക്കാനായത്. അങ്ങനെ കഠിനമായിട്ടുള്ള തലവേദനകളോട് മല്ലിട്ടാണ് ഇപ്പോൾ തലവേദന അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. കോവിഡ് കാലത്ത് സർക്കാരിൻ്റെ കീഴിൽ കോവിഡ് ബ്രിഗേഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചു. അപ്പോഴാണ് കോവിഡ് രോഗം ഉണ്ടായതിനു ശേഷം പോസ്റ്റ് കോവിഡ് ഹെഡേക്ക് എന്ന വിശേഷാവസ്ഥ പലരെയും ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഈ ഫോർവേഡ് ഹെഡ് പോസ്റ്ററും മൈഗ്രെയിനും സൈനസൈറ്റിസും ഒക്കെ കറക്റ്റ് ചെയ്യാൻ മരുന്നുകൾക്കപ്പുറം പലതും സഹായിക്കും എന്ന എൻ്റെ തിരിച്ചറിവും ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ ഞാൻ ഉപയോഗിച്ച ടെക്നിക്സും, ഒരു തലവേദന വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, തലവേദന വരാൻ പോകുന്നുവെന്ന് ശരീരം കാണിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്, ഒരു തലവേദന വന്നാൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം, MRI എടുക്കണോ CT എടുക്കണോ തുടങ്ങിയ രോഗികൾക്കുണ്ടാകുന്ന പല സംശയങ്ങൾക്കും ഒരു മറുപടി നൽകിക്കൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് ഉൾപ്പെടുത്തി ഒരു ഹെഡേക്ക് ഹീലിംഗ് ബ്ലൂ പ്രിന്റ് കോഴ്സ് ഞാൻ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഒരു 5 ദിവസത്തെ കോഴ്സായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആർത്തവ സമയത്തുള്ള മൈഗ്രെയിൻ അനുഭവിക്കുന്ന സ്ത്രീകൾക്കായിട്ട് മെൻസ്ട്രൽ മൈഗ്രെയിൻ എന്ന ബോണസ് കോഴ്സ്, പോസ്റ്റ് കോവിഡ് ഹെഡേക്ക്, തലവേദനകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട യോഗകൾ തുടങ്ങിയവയും ബോണസ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലവേദന അനുഭവിക്കുന്ന ഏതൊരു രോഗിക്കും എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചാൽ ഈ കോഴ്സിനുള്ള ഫ്രീ ആക്സസ് തരുന്നതാണ്. തലവേദനയോട് മല്ലിട്ട്
അതിനൊരു ക്യൂർ കണ്ടെത്താൻ ഞാൻ ഉപയോഗിച്ച മാർഗങ്ങളാണ് ഈ കോഴ്സിലുടനീളം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തലവേദനയുടെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ തലവേദനകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കൂ. തലവേദന അനുഭവിക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, തലവേദന അനുഭവിക്കുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോ അതികഠിനമായിട്ടുള്ള തലവേദന കാരണം ജോലിയുടെ ഇടയിൽ പകുതി വെച്ച് ലീവ് എടുത്തു പോകേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ OPയിൽ വരാറുണ്ട്. ഇത്തരം അതികഠിനമായിട്ടുള്ള തലവേദനയിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. iOSൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ആപ്പ് ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡിലുള്ള ആപ്പ് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ കഥ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, തലവേദന അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യുക. അവർക്കും കൂടി പ്രയോജനപ്പെടട്ടെ നമ്മുടെ ഈ ഒരു ഹെഡേക്ക് ഹീലിംഗ് ബ്ലൂ പ്രിന്റ് കോഴ്സ്.